കുടയോളം ഭൂമി കുടത്തോളം കുളിര് മറുതീരം പത്ത് വെളുപ്പിന് മുറ്റത്ത് നിക്കണ ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അന്തിക്കടപ്പുറത്തൊരോലക്കുടയെടുത്ത് പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി ഒരു കോളേജ് ക്യാമ്പസിൽ പടം വേണമെന്ന് ഒരിക്കൽ ജോൺ ബോളിനോട് പറഞ്ഞു. അങ്ങനെ ഇവര് മഹാരാജാസിന്റെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക. പലതും പറഞ്ഞു കോളേജ് പഠിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് അത്. പക്ഷെ അത് വെച്ചുകൊണ്ട് എനിക്കൊരു സിനിമ എടുക്കണം, അതിൻ്റെ അനുഭവങ്ങൾ ജോൺ ബോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ജോൺ ബോളിൻ്റെ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇവർ മഹാരാജാസിൻ്റെ ആ വലിയ മരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ കിടന്നോ ഡെയിലി പോയി ഇരിക്കും, ചർച്ച ചെയ്യും. ചർച്ച അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ എടുക്കുക. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി, ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ട് പറഞ്ഞ് അപ്പം അതിനും അനുബന്ധം ഒരു കഥ വേണമല്ലോ, കഥ ഉണ്ടാക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ജോൺ ബോൾ പറഞ്ഞു മാങ്ങാട് ബാലകൃഷ്ണൻ്റെ ഒരു കഥയുണ്ട്, അതെടുക്കാൻ. അങ്ങനെ കഥ മേടിച്ചിട്ട് ഇവരുടെ അഭിപ്രായങ്ങളോട് യോജിച്ചാണ് ചാമരം അന്ന് വരെ മലയാള ചലച്ചിത്ര കണ്ട ക്യാമ്പസ് കഥകളിൽ നിന്ന് വളരെ വ്യത്യസ്തപ്പെട്ട ഒരു കഥയായിരുന്നു. ഇതുകൊണ്ടൊരു പ്രയോജനമില്ലടാ, വല്ല ഹൈ ജമ്പ് പോലെ ആയിരുന്നെങ്കിലേ. അയ്യോ, നമ്മുടെ മേഴ്സിക്കുട്ടിക്ക് ഒന്ന് വെളുക്കണം. അവളുടെ നിറം ശരിയല്ലാത്തത് കൊണ്ടേ കല്യാണം കഴിക്കാൻ വന്ന് ചെറുക്കാൻ പിണങ്ങി പോയത്രേ. അന്ന് മുതൽ പെണ്ണിന് വെളുപ്പിനോട് ഭ്രാന്ത. കഷ്ടം. ഒന്നുകിൽ ക്ലാസ്സിൽ നേരത്തെ വരിക. ഇഫ് യു ആർ കമ്മിങ് ലേറ്റ് അകത്ത് കയറും മുമ്പേ ചോദിക്കുക. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ് ടീച്ചർ, ഐ ആം സോറി ടീച്ചർ. അങ്ങനെ പിന്നീട് അദ്ദേഹം ഒരാളിനെയല്ല, പത്മരാജൻ, ജോൺ ബോള്, ലോഹിതദാസ്, വെങ്കലം എന്നൊരു സിനിമ. വെങ്കലം സിനിമ അത് ഒരു ഈ ലോഹത്തിൽ പണിയുന്ന ആൾക്കാരുടെ കഥയാണ്. അപ്പോൾ ലോഹത്തിന്റെ മഞ്ഞ കളറാണ് മൊത്തം ടോട്ടൽ ആ കളറിന്റെ ഒരു ടോണെന്ന് പറയുന്നത്. ആ പാട്ടും 10 വെളുപ്പീന് എന്നുള്ള പാട്ടൊക്കെ നമുക്ക് ഇട്ടാണ്. മനോജ് ജയനും മുരളിയും ഒക്കെ ചെവി എന്താ പൊട്ടിപ്പോയോ? എത്ര വിളി ഞാൻ വിളിച്ചു, ഞാൻ കേട്ടില്ല. കേക്കണത് എങ്ങനെ? ഇവിടെ കണ്ണോക്ക് പാട്ടല്ലേ, ഈ ശവപ്പെട്ടി തല്ലി പൊളിച്ചാൽ ഇവിടെ ഗുണം പിടിക്കൂ. മോളെ, എന്താ വല്യച്ചാ? അമ്മ വന്നോടി. ഇല്ല. നീ അടുക്കളയിൽ എന്താ ഉണ്ടാക്കണ? നല്ല മണം. ഇച്ചിരി കപ്പ ഇരുന്നതെടുത്ത് ഒലത്തിയതാ എന്റെ വല്യച്ചാ. അത് മനസ്സിലായി. ഒരു പാത്രത്തിൽ ഇച്ചിരി ഇങ്ങോട്ട് എടുത്തോടി. മലയാള സിനിമാ വേദിയുടെ ഒരു വ്യത്യസ്തമായ ചിത്രമായിരുന്നു. അങ്ങനെ ഏത് സിനിമ ഒരുക്കുമ്പോഴാണെങ്കിലും ടി ദാമോദരൻ കാറ്റത്തെ കിളിക്കൂട് എന്നൊരു സിനിമ, അത് ഷേക്സ്പിയർ കൃഷ്ണപിള്ള എന്നൊരു കഥാപാത്രം ഭരത് ഗോപിയുടെ സിനിമയിൽ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സിനിമയായിരുന്നു. വീട്ടിൽ നിന്നിറങ്ങിയെങ്കിലും ശാരദയും കുട്ടികളെയും കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമം. ആശയെക്കുറിച്ചാണെങ്കിൽ അത് വേറെയും. എനിക്കെല്ലാം ഒഴിവുകാലം. ഇനി ലോറി എന്നൊരു സിനിമയുണ്ട്. ഇത് തെരുവ് സർക്കസ് ഒക്കെ പഠിക്കുന്ന ഒരു അച്ഛൻ കുഞ്ഞെന്ന നടനെ കൊണ്ട് അദ്ദേഹം ലോറിയിലൂടെ, അദ്ദേഹം ബോട്ട് കെട്ടിയിലെ ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു. ഏതോ യാത്രക്കിടെ കണ്ട് അങ്ങനെ തോന്നുകയും പത്മനാഭൻ്റെ അടുത്ത് ഒരു കഥയും സംഭവങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ ലോറി എന്ന കഥ അങ്ങനെ ഉണ്ടായിടത്താണ്. തെരുവ് സർക്കസ് നടത്തുന്ന ഒരാളിൻ്റെ പെൺകുട്ടിയുടെയും
ആ കഥ മലയാള അല്ലെങ്കിൽ കഥാപാത്രത്തിന് പറ്റിയ ആർട്ടിസ്റ്റുകൾ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ ഭരതൻ്റെ കഴിവ് ഒരു അസാധ്യമായ കഴിവാണ്. അങ്ങനെയാണ് കറുത്ത ഒരു പെൺകുട്ടിയുടെ സൂര്യ ആരും നടിയായിട്ട് അവരെ കൊണ്ടുവരത്തില്ല. അവരും ഒരു തൊഴിലാളി സ്ത്രീയാണ്. ബെന്നി എന്നൊരു നായകനെ കൊണ്ടുവന്ന് പറങ്കിമല കാക്കനടൻ്റെ ഏറ്റവും മികച്ച ഒരു നോവലായിരുന്നു അത്. ആ പറങ്കിമല അന്നും ജലീൽ എന്ന പടം എല്ലാവർക്കും ഹിറ്റാണ്, ഭയങ്കര ഹിറ്റുള്ള പടമാണ്. അങ്ങനെ മലയാള സിനിമയിലെ വ്യത്യസ്തങ്ങളായ സിനിമകൾ അങ്ങനെ അമരം മലയാള കടലിന് ചെമ്മീന് ശേഷം ഒരുപാട് കടൽ സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ അമരം എന്നൊരു സിനിമ ഭയങ്കര വ്യത്യസ്തമായിരുന്നു. ആ സിനിമ അത് ലോഹിദാസ് സ്ക്രിപ്റ്റ് നേരത്തെ എഴുതി കൊടുക്കത്തില്ല. ലോഹിദാസ് അന്നേരം എഴുതത്തിലുള്ളൂ, അദ്ദേഹത്തിന് തോന്നണം എഴുതാനില്ല. അങ്ങനെ ഇവർ തമ്മിൽ വഴക്കുണ്ടാവും. അദ്ദേഹത്തിന് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇദ്ദേഹമെല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുന്ന ലോഹിദാസ് അടുത്ത ദിവസമായിരിക്കും. അപ്പോൾ ഈ കണ്ടിന്യൂറ്റി ഒക്കെ ബ്രേക്ക് ചെയ്യേണ്ടി വരും. പല സന്ദർഭങ്ങളിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ തന്നെ ആ ലൊക്കേഷനും ആ മമ്മൂട്ടിയുടെ തന്നെ ഏറ്റവും നല്ല ഒരു സിനിമയാണ് നമുക്ക് പുലരേ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമാ കാണാ പൊന്നോടിയിൽ ഭൂമീൻ തുള്ളാട്ടമാ. അച്ചു പൊറുക്കടാ. നടക്കാത്തത് ഞാൻ ചെയ്യുവാടാ. അതിന് കാതോരം അത് വനാന്തരത്തിൽ ചിത്രീകരിച്ച സിനിമയാണ്. അങ്ങനെ പല പടങ്ങൾ അത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഈ സൗഹൃദ സംഘം ഇവർ ആഘോഷങ്ങളുണ്ട്. ഇവർ വെങ്കലത്തിൻ്റെ സെറ്റിൽ തന്നെ ഒരു ദിവസം ജന്മദിനമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ ആയിരുന്നു. ആ നാട്ടിലിപ്പോൾ അന്ന് പറയും ഇന്ന് ഷൂട്ടിംഗ് ഇല്ല, നമുക്ക് എല്ലാവരും കൂടെ വീട്ടിൽ ആഘോഷിക്കാം. അങ്ങനെ രാവ് മൊത്തം മദ്യപാനം, ഡാൻസ്, പാട്ട്, ഇഷ്ടമുള്ള പാട്ടുകൾ പാടുക. അദ്ദേഹത്തിന് മാരി വില്യൻ തേന്മല്ല എന്നുള്ള പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് അദ്ദേഹം പാടുകയും ചെയ്യും, മറ്റുള്ളവരെ കൊണ്ട് പാടുകയും ചെയ്യും. അങ്ങനെ പാട്ടുകൾ പാടുകയും ആസ്വദിക്കുകയും മദ്യപിക്കുകയും അങ്ങനെ ഒരു ആഘോഷം നിറഞ്ഞ് ഏതിനും ആഘോഷങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈ തകര വിജയിച്ചപ്പോൾ ഒരു ഭയങ്കര ആഘോഷം താജ് ഹോട്ടലിൽ നടന്നത്. അങ്ങനെ KPSC എഴുതി ചേച്ചി പറഞ്ഞു കേട്ട സംഭവമാണിത്. ചേച്ചി എടുത്ത് നമുക്ക് ഫംഗ്ഷന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫംഗ്ഷന് പോയി കാറിൽ ഇറങ്ങി ചേച്ചി ഇങ്ങനെ എന്തോ പറഞ്ഞിട്ട് കുടിച്ചിട്ടിറങ്ങിയപ്പോൾ പറഞ്ഞ് ഇങ്ങനെ കുടിച്ചിട്ടിറങ്ങല്ലേ എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിൽ കൊണ്ട് നീ വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്ക് പോയി. അപ്പോൾ ഒരു മൂഡിനെ ആര് കളഞ്ഞാൽ അതിന് ഇഷ്ടമല്ല, അത് ആരും നോക്കത്തില്ല, ആഹ്ലാദിക്കണം. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അസുഖത്തിലേക്ക് വഴിതെളിച്ചു. അദ്ദേഹത്തിന് അസാധാരണ വയറ്റിന് വേദന വരികയും രക്തഛർദ്ദിക്കുകയും അങ്ങനെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഡോക്ടർമാർ അക്ഷീണം പരിശ്രമിച്ചു, വളരെയധികം പൈസ ചിലവാക്കിയെങ്കിലും അദ്ദേഹത്തിന് വളരെ പ്ലാനുകളുണ്ടായിരുന്നു. കുറേ പടങ്ങളുടെയൊക്കെ സ്ക്രിപ്റ്റുകളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തീർക്കാൻ പറ്റാതെ ആ മനുഷ്യൻ ഒരു ജീവിതം ആഘോഷിച്ച് തീർന്ന് തൻ്റെ ആഗ്രഹങ്ങൾക്ക് സാധിച്ചു തീർന്ന് അതെല്ലാം ഫ്രെയിമുകളൊക്കെ ജീവിതത്തിനെ ഒരു ഉത്സവമാക്കി മാറ്റിയെടുത്ത ഭരതൻ എന്ന കലാകാരൻ 1998 ജൂലൈ 30 നമ്മളോട് വിട്ടുകഴിഞ്ഞു. ഇത്രയും വർഷങ്ങളാണെങ്കിലും ഇന്നും ആ ഭരതൻ്റെ ചിത്രങ്ങളെ ആർക്കും അതേപോലെ സൃഷ്ടിക്കാനോ അതിനടുത്തെത്താനോ പോലും സാധിക്കാതെ ഒരൊറ്റയാനായിട്ട് മലയാള ചലച്ചിത്രത്തിൽ മാറി നിൽക്കുകയാണ് അദ്ദേഹം. അങ്ങനെ നമുക്ക് ഭരതൻ ടച്ച് എന്നൊരു വാക്ക് തന്നെ ഉണ്ടായത് ഭരതൻ്റെ പ്രത്യേകം. അങ്ങനെ കലാസംവിധായകനായിട്ട് വന്ന് സംവിധായകനായി. പിന്നെ ഗാനരചനയുണ്ട്. ഈണോന്ന സിനിമയിലും താഴ്വാരത്തിലും അദ്ദേഹം ഗാനരചന നിർവഹിച്ചിട്ടുണ്ട്. താഴ്വാരത്തിൽ മ്യൂസിക്കും ചെയ്തു. ആദ്യം ചെയ്ത് കാതോരത്തിലായിരുന്നു. താഴ്വാരത്തിൽ അദ്ദേഹം മ്യൂസിക് ചെയ്തു. അപ്പോൾ സംഗീതത്തിൽ ദേവരായ മാസ്റ്ററിന് ചോദിച്ച് പല കാര്യങ്ങളും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോ രാഗം ഏത് ഭാവത്തിനുള്ളതെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ സംഗീതത്തിലും അദ്ദേഹം പ്രതിഭ തെളിയിച്ച ഒരാളാണ്. പാടിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സകല കലാവല്ലഭനായ ഭരതൻ എൻ്റെ ഓർമ്മകൾ നിങ്ങളോട് പങ്കുവെച്ച സന്തോഷം.